പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ ആദവനാട് മലപ്പുറത്ത് നമുക്ക് മുസ്തഫയെ രക്ഷിക്കാൻ സാധിച്ചില്ല. 6.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ. പക്ഷേ ആശ്വാസകരമായൊരു വാർത്ത ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പത്തനംതിട്ട മുത്തൂരിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ കുടുങ്ങിയ 3.5 വയസ്സുകാരിയെ രക്ഷിച്ചിരിക്കുന്നു ഫയർഫോഴ്സ്. വീടിന്റെ 1-ാം നിലയിലെ കിടപ്പുമുറിയിലാണ് കുട്ടി കുടുങ്ങിയത്. കുട്ടി അകത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്യുകയായിരുന്നു. കുറുമ്പൻ പ്രവീൺ പുരുഷോത്തമനുണ്ട്. ആ ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. 1-ാം നിലയിലേക്ക് കയറി പോവുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അകത്തുപോയി മുറി അങ്ങ് പൂട്ടി. മുറി പിന്നെ തുറക്കാൻ അറിയില്ല കുഞ്ഞിന്. മുറി തുറന്ന് കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു. കുറുമ്പൻ അല്ലേ? ടെൻഷനായി. ലക്ഷ്മി പ്രിയ അച്ചടാ, വല്ലാണ്ട് പേടിച്ചു പോയി. അകത്ത് കയറി കുറുമ്പൻ. നല്ല കുറുമ്പനായിട്ടോ. ഇതിവിടെ ആയതുകൊണ്ട് ചില കുട്ടികൾ അങ്ങനെയല്ല, ടോയ്ലറ്റ് ഉള്ളിൽ കയറിയിട്ട് കുറ്റിയിട്ടളയും. പിന്നെ തുറക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാട്ടാ. പ്രവീൺ ഉണ്ട്. പ്രവീൺ, എന്തായാലും സന്തോഷം. ലക്ഷ്മിപ്രിയെ ഫയർഫോഴ്സുകാരെത്തി വാതിൽ തുറന്ന് രക്ഷപ്പെടുത്തി. കുറുമ്പിയാണ് അല്ലേ? എങ്ങനെയാണ് അവൾ അകത്ത് കയറിയിട്ട് അറിയാതെ ലോക്ക് ചെയ്യുകയായിരുന്നോ പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ രാത്രി 10 മണിക്കാണ് ഈ സംഭവം നടന്നത്. വീട്ടുകാർ ആഹാരമൊക്കെ കഴിച്ച ശേഷം നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ ആ വീടിൻ്റെ 1-ാം നിലയിലേക്ക് അമ്മ കയറി ചെന്നു. അപ്പോഴാണ് അകത്തു നിന്ന് കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാം. പക്ഷെ വാതിൽ എത്ര ശ്രമിച്ചിട്ട് തുറക്കാൻ കഴിയുന്നില്ല. കുഞ്ഞ് ഈ മുറിക്കുള്ളിൽ കയറി അറിയാതെ ഈ വാതിൽ ലോക്ക് ചെയ്യുകയായിരുന്നു. കുഞ്ഞിൻ്റെ അതിനനുസരിച്ചുള്ള ഹൈറ്റ്, കൈ പൊക്കി കഴിഞ്ഞാൽ ആ ലോക്കിൽ എത്തും. അങ്ങനെ അതറിയാതെ ആ ലോക്ക് ആവുകയായിരുന്നു. പിന്നീട് അയൽപ്പക്കത്തുള്ള ആളുകളെ അറിയിച്ചു. അവർ കൂടി വന്നു. പക്ഷെ അവർ നോക്കിയിട്ടും ഈ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. പിന്നീട് തിരുവല്ലയിലെ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിച്ചു. അവർ ഉടൻ തന്നെ അവിടേക്ക് എത്തുകയും അവർ ഉപകരണം ഉപയോഗിച്ച് വീട്, നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം, അവർ വലിയ കട്ടിംഗ് പ്ലെയർ പോലുള്ള അതിൻ്റെ വലിപ്പമുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വാതിലിൽ ശക്തിയായി ഇടിച്ച് അതിൻ്റെ ലോക്ക് മാറ്റുകയായിരുന്നു. അകത്ത് കയറിയപ്പോൾ കുഞ്ഞ് സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. 3.5 വയസ്സുകാരി ലക്ഷ്മിപ്രിയയാണ്. മാതാവ് സുചിത്ര വളരെയധികം പേടിച്ചു പോയി. സുചിത്ര തന്നെയാണ് അഗ്നിരക്ഷാസേനയെ വിളിച്ച് വിവരം അറിയിച്ചത്. അതിനുശേഷം കുഞ്ഞിൻ്റെ അടുത്ത് അവർ വളരെ സ്നേഹപൂർവ്വം ഈ അഗ്നിരക്ഷാസേനാംഗങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് കാണാം. പേരൊക്കെ ചോദിച്ചു, പേരൊക്കെ മിടുക്കിയായി പറഞ്ഞു. ഏതായാലും അപകടമൊന്നും സംഭവിച്ചില്ല. അല്പനേരത്തേക്ക് മുത്തച്ഛനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അവരൊക്കെ ഭയന്നുപോയി. കാരണം 3.5 വയസ്സേ ഉള്ളൂ. കുഞ്ഞ് അകത്തു നിന്നും ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ അവർ എത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ കഴിഞ്ഞില്ല. അഗ്നിരക്ഷാസേന വളരെ പെട്ടെന്ന് അവിടെ എത്തി. ഏതായാലും വാതിൽ അതിൻ്റെ പൂട്ട് പൊളിച്ചു തന്നെയാണ് അകത്തേക്ക് അവർ കയറിയത്. അപ്പോൾ മാത്രമാണ് ആ വീട്ടുകാർക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. പിന്നെ കുറച്ചു നേരം കൂടി അഗ്നിരക്ഷാസേന ആ വീട്ടിലൊക്കെ നിന്ന് അവരുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിച്ച ശേഷമാണ് അവർ പോയത്. ഏത് സമയത്ത് വിളിച്ചാലും അഗ്നിരക്ഷാസേന എത്തും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. കുറച്ചു നേരത്തേക്ക് വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടായെങ്കിൽ പോലും അവർ എത്തി അത് രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ സങ്കടമെല്ലാം അവർക്ക് സന്തോഷമായി മാറി. അരുൺ, എന്തായാലും പ്രവീൺ, സന്തോഷമുള്ള കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതേപോലുള്ള കുറുമ്പികൾ ഒരുപാട് പേര്, കുറുമ്പന്മാരും ഒരുപാട് പേര് നമ്മുടെയൊക്കെ വീട്ടിൽ കാണും അല്ലേ? 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഈ മുറിക്കുള്ളിൽ കയറിയിട്ട് ടോയ്ലറ്റ് ആണെങ്കിലും ശരി, മുറിയിലെ വാതിലാണെങ്കിലും ശരി, അവരുടെ കൈ എത്തുന്ന ദൂരത്തിലാണെങ്കിൽ അറിയാതെ പിടിച്ച് കുറ്റിയിട്ട് കളയും. പിന്നെ പുതിയ സംവിധാനമൊക്കെ ഉണ്ട്. അകത്തുനിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് തുറക്കാൻ പറ്റാത്ത തരം ഡോറുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കുറുമ്പന്മാരും കുറുമ്പത്തികളും ഉണ്ടെങ്കിൽ കുറച്ച് കാശ് ചിലവായാലും വേണ്ടില്ല, കുറച്ച് മുകളിലേക്ക് താഴൊക്കെ ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ പണി തരുവേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടോയ്ലറ്റിലാണെങ്കിൽ പ്രത്യേകം ഇവരുടെ കൈ എത്തുന്ന സ്ഥലത്ത് കൊണ്ട് ഇത് വയ്ക്കരുത്. കുട്ടികളകത്ത് കയറി ഈ കുസൃതിയൊക്കെ കാണിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.